അങ്ങനെ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ താങ്കൾ എന്തിനാണ് AG ചർച്ചിനെയും പിന്നെ IPCയെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പിന്നെ എന്തെങ്കിലും അല്പം ഉണ്ടെങ്കിൽ അത് വലിച്ചു നീട്ടി നിങ്ങൾ സഭയുടെ കാര്യങ്ങൾ സഭയിൽ പറയാനുള്ള കാര്യം പൊതുജനങ്ങളുടെ മധ്യയിൽ നിങ്ങൾ വിളിച്ചു പറയുന്നത് എന്താണെന്നാണ് എന്റെ ചോദ്യം. അതോടൊപ്പം ആൻസർ പറഞ്ഞു. ശരി, അതിനുള്ള ഉത്തരം ഇതാണ്. വളരെ വ്യക്തവും സ്പഷ്ടമായ ഉത്തരം ഇതാണ്. ശ്രദ്ധിച്ച് കേട്ടോണം. ഇത് ആയിരക്കണക്കിന് ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾ ഒരു സഭയിൽ നിന്നിട്ട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു പറയുന്നത്? ചോദ്യത്തിന് മറുപടി, കൃത്യ മറുപടി ഇതാണ്. ഇതൊന്നും പരസ്യമായി വരാത്ത വിഷയങ്ങളിലല്ല ഞാൻ മറുപടി പറയുന്നത്. ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പൊതുസമൂഹത്തിന്റെ ഒരു സംഘടനയാണ് അസംബ്ലീസ് ഓഫ് ഗോഡ്. ഈ സംഭവങ്ങളൊക്കെ, വീഡിയോകളൊക്കെ ഞാൻ ഒരിക്കലും രഹസ്യമായി ഷൂട്ട് ചെയ്യുന്ന ഒന്നേ അല്ല. ഇതെല്ലാം ഈ സമൂഹത്തിൽ ഇന്റർനെറ്റിൽ വരുന്ന വീഡിയോകളാണ് ഞാൻ എടുക്കുകയും ഇത്രയും വർഷമുള്ള എന്റെ പരിചയത്തിന്റെ പുറത്തും 20-30 വർഷം കഴിഞ്ഞ എന്റെ വിശ്വാസ ജീവിതത്തിന്റെ പരിചയത്തിന്റെ പുറത്തും ഈ വ്യക്തികളെ കുറിച്ചുള്ള ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടും ഈ അസംബ്ലീസോട് IPC നിൽക്കുന്നതുകൊണ്ടും ഇതിന്റെ ചരിത്രപരമായ വീക്ഷണവും വ്യക്തികളുടെ സംഭാഷണവും വ്യക്തികളുടെ നിലപാടുകളും ഞാൻ നോക്കിക്കാണുന്നത് കൊണ്ടും ഈ സമൂഹത്തിൽ ഇറങ്ങുന്ന വിഷയത്തിന്റെ പുറത്താണ് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നത്. അല്ലാതെ ആരുടെയും വീട്ടിനകത്ത് പോയി ക്യാമറ വെച്ചുകൊണ്ടല്ല സുഭാഷ് കുമാർ മണിയൻ വീഡിയോ കൊണ്ടുവരികയും ചെയ്യുന്നത്. സമൂഹത്തിൽ പ്രചരിക്കുന്ന വീഡിയോക്ക് മാത്രമേ ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി ഞാൻ ചോദിച്ചോട്ടെ. ചോദിക്കാം. ഈ സമൂഹത്തിൽ പ്രചരിക്കുന്ന വീഡിയോയ്ക്ക് താങ്കളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെളിവ് തരാൻ താങ്കൾക്ക് ഇന്നുവരെ കഴിഞ്ഞിട്ടുണ്ടോ? അത് ഏത് വീഡിയോ നിങ്ങൾ താങ്കൾ പറയണം. നിങ്ങളിപ്പം അസംബ്ലീസ് കോഡിനെ കുറിച്ചും പിന്നെ IPCയെ കുറിച്ചും 100 വർഷമായ പെന്തക്കോസ്തുകാരെ കുറിച്ചും നിങ്ങളിടുന്ന കമന്റും നിങ്ങളിടുന്ന ഫേസ്ബുക്ക് പോസ്റ്റും നിങ്ങൾക്കറിയാമല്ലോ. ആ പോസ്റ്റിനെ കുറിച്ച് നിങ്ങളെ അസംബ്ലീസ് കോഡിന്റെ കോട്ടയം അടൂർ പറന്തൽ വെച്ചുണ്ടായ കൺവെൻഷനിൽ കുറച്ചു പേർക്ക് വയറ്റിളക്കം ഉണ്ടായി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇട്ടതിനകത്ത് ആരെങ്കിലും വയറിളകിയ ഒരാളെ കുറിച്ച് നിങ്ങളൊന്ന് കാണിക്കുവോ, വയറിളക്കത്തിന് കാരണം കാണിക്കുമോ പറഞ്ഞ് നിങ്ങൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ഒരു തെളിവ് നിങ്ങൾ ഫേസ്ബുക്കിൽ തന്നെ ഇട്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഇട്ടാൽ മതി. ആരെങ്കിലും പറഞ്ഞു കേട്ട് നിങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളുടേതായ വ്യക്തിപരമായ അഭിപ്രായം ഉണ്ട്. അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്. നിങ്ങൾ ഒരു മാന്യനായ ഒരു മനുഷ്യനാണ്, വ്യക്തിപരമായ ഒരു തീരുമാനമുണ്ട്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സംസാരിക്കുന്നുവെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ എന്തിനു സംസാരിക്കും? നിങ്ങൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഏജിയിലെ ഒരു പാസ്റ്ററായിരുന്നു, 15 വർഷം പാസ്റ്ററായിരുന്നു. ഞാൻ ആദ്യമേ ചോദിച്ചപ്പോൾ നിങ്ങൾ അതിന്റെ ആൻസർ പറഞ്ഞു ഞാൻ പാസ്റ്ററായിരുന്നു. ഇപ്പം ഞാൻ പാസ്റ്ററല്ല, ഞാനൊരു പൊതുപ്രവർത്തകനായിട്ട് ഞാൻ എൻ്റെ വീട്ടിലെ ഓതിയും കൂടി നടക്കുന്നു. എങ്കിലും ഞാനൊരു വിശ്വാസിയാണ്. ആ വിശ്വാസി ഈ ഒരു പൊതുസമൂഹത്തിനെ കുറിച്ച് പൊതുസമൂഹത്തിന്റെ മുന്നിൽ അസംബ്ലീസ് കോഡിനെ അവരെ ഏറ്റവും വലിയതായിട്ട് നാണം കെടുത്തുന്ന രീതിയിൽ അവരുടെ മാന്യത നഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ എന്തുകൊണ്ട് സംസാരിച്ച് പോസ്റ്റ് ഇട്ടു? ആ സഭയിൽ നിങ്ങൾ സംസാരിച്ചാൽ ഓക്കെ, ആരും എതിര് പറയുന്നില്ല. നിങ്ങൾ എന്തുകൊണ്ട് പോസ്റ്റ് ഇട്ടു? അതിനെന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾ തരാനുണ്ടോ? ആരും തൂറിയെന്നോ തൂറ്റിയെന്നോ പിന്നെ അവിടുത്തെ പാസ്റ്റർ എവിടെ പോയി കഴിച്ചു എന്നൊന്നും പറയണ്ട. കഴിച്ചൊരു തെളിവ് നിങ്ങൾ തരണം. അതൊന്നും ഇല്ലാതെ കൊണ്ട് എല്ലാവരും തൂറ്റുന്ന ഭക്ഷണം നിങ്ങൾ കൊടുത്തു, എല്ലാവരും തൂറി, എല്ലാവരും ആശുപത്രിയിൽ അഡ്മിറ്റായി എന്നും പറഞ്ഞ് നിങ്ങൾ പോസ്റ്റ് ഇടുന്ന ഈ സാത്താൻ കുഞ്ഞിയുടെ അതേ പോസ്റ്റ് നിങ്ങൾ തിരിച്ചിട്ട് നിങ്ങൾ തെളിവ് പോസ്റ്റ് ഇടേ. ഇതിന് നിങ്ങൾ എന്താ അഭിപ്രായം പറയണേ? ശരി, താങ്കളോട് ഞാൻ പറഞ്ഞ പല അഭിപ്രായങ്ങളും താങ്കൾക്ക് മനസ്സിലാകാതെയാണ് താങ്കൾ വീണ്ടും എന്നോട് ചോദ്യം ആവർത്തിക്കുന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഈ വോയിസ് കേൾക്കുമ്പോൾ മനസ്സിലാവും. അത് ഒന്നാമത്തെ വിഷയം. ഞാൻ പല കാര്യത്തിനും ആൻസർ പറഞ്ഞിട്ടും ആ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായില്ല. അത് നിങ്ങളുടെ കുഴപ്പം മാത്രമാണ്, എന്റെ കുഴപ്പമല്ല. ഇനി ഉത്തരത്തിലേക്ക് വരാം. ഉത്തരം ഇതാണ്. നിങ്ങൾ ചോദിക്കുന്ന തെളിവുണ്ടോന്ന്. അതെ, ഞാൻ വൈറലാക്കി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വിശ്വാസികൾ സംസാരിക്കുന്ന വോയിസ് ഞാൻ കണ്ടന്റായി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അവിടെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യവും അവിടെ ഉണ്ടായക്ക് ഭക്ഷണ സംബന്ധമായ വിഷയം ഉണ്ടാകുന്ന കാര്യവും അസംബ്ലീസ് കൊണ്ട് സൂപ്രണ്ടായ PJ ശാമുവേൽ എന്ന് പറയുന്ന വ്യക്തി ഇറക്കിയ അസംബ്ലീസ് കോഡിന്റെ ലെറ്റർ പെണ്ണത്ത് ഉള്ള കാര്യവും ഞാൻ വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ക്രൈസ്തവ ചിന്ത എന്ന് പറയുന്ന മാഫിയക്കകത്ത് ബിലീവേഴ്സ് കൗൺസിലിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന വ്യക്തിയായ
എന്താണ് പുള്ളിയുടെ പേര് ഗ്രീൻ വാലി ഷാജി എന്ന് പറയുന്ന വ്യക്തി വളരെ വിശദമായ നിലയിൽ അദ്ദേഹം ഒരു കോൾ വരുന്നു, വളരെ വിശദമായ നിലയിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ലേഖനം കൂടി ഞാൻ കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ വിഷയം ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ എന്റെ സ്വന്തം അഭിപ്രായമല്ല. വിശ്വാസികളുടെ വോയിസ് കിട്ടിയിട്ടുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ ഇട്ടിട്ടുണ്ട്, അവരുടെ കമന്റുകൾ ഇട്ടിട്ടുണ്ട്. ഈ ക്രൈസ്തവ ചിന്ത എന്ന് പറയുന്ന മാസികയിൽ വന്ന ആ ലേഖനവും വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. മാത്രമല്ല അസംബ്ലീസ് ഓഫ് ഗോഡിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ഏജിയുടെ സൂപ്രണ്ട് ഇറക്കിയ കത്തും തെളിവായി വെച്ചാണ് ഈ വിഷയം ഞാൻ സംസാരിച്ചത്. ഓക്കെ, ഞാൻ പറയട്ടെ, കത്തൊക്കെയാണ്. അല്പമായ പ്രയാസം എല്ലാവർക്കും ഉണ്ടായി എന്നുള്ളതാണ് കത്ത്. ഇതിനെ തൂറ്റിയെന്നോ തൂറിയെന്നോ ഒന്നും കത്തിലില്ല. കേട്ടിട്ട് പറയാവേ, ഞാൻ പറയട്ടെ. അയ്യോ ഓക്കെ മാഷെ, നിങ്ങൾ ചിരിക്കാതെ എന്തിനാ ചിരിക്കാൻ എനിക്കും ചിരിക്കാൻ അറിയാം. അല്പമായ പ്രയാസം. മാഷ ഇത് കേക്ക്. അയ്യോ സ്വോത്രമല്ല, ഒറിജിനൽ സ്വോത്രമായിട്ട് പറ. അയ്യോ സ്വോത്രം പറഞ്ഞാൽ ശരിയാകത്തില്ല. ഇത് കേക്ക്, മൊത്തം കേട്ടിട്ട് പറ. ഞാൻ മുമ്പ് ഇടയ്ക്ക് കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഇടയ്ക്ക് മിണ്ടല്ലേ, ഒരു മൂളാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ സമ്മതിച്ചില്ല. എങ്കിൽ ഞാനിതിന് ബാക്കിയോട് പറയട്ടെ. പലരും കൂടുന്ന ഏരിയയാണ്, അല്ലെങ്കിൽ ഒരു കൺവെൻഷനാണ്. അവിടെ പലവിധമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. നാട്ടിൽ പോയി എല്ലാവരും ഒന്നും തൂറിയിട്ടില്ല. കുറച്ചുപേര് തൂറി, കുറച്ചുപേര് തൂറ്റി. അതിനും പണത്തിലെ മാഷ ഇത് കേൾക്ക. നിങ്ങൾ ചിരിക്കണല്ലോ, ഇത് കേൾക്കുവാനേ. പിന്നെ ചിരിക്കാം നിങ്ങൾ പക്ഷേ ആക്കല്ലേ. ആക്കി കഴിയുമ്പോൾ ഞാനും ആക്കിയാ സംസാരിക്കത്തുള്ളൂ. ഞാനിപ്പോൾ നിങ്ങളോട് ഒരു ദൈവദാസൻ എന്നുള്ള നിലയ്ക്കാണ്, ഒരു ബ്രദർ എന്നുള്ള നിലയ്ക്കാണ് സംസാരിക്കുന്നത്. ഞാൻ അതായിട്ട് ചോദിച്ചു, നിങ്ങളുടെ പോസ്റ്റ് എന്തോ ആണെന്ന് ചോദിച്ചത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? കാര്യമായിട്ട് സംസാരിക്കുന്നത് കാര്യമായിട്ട് തന്നെ സംസാരിക്കുക. ആക്കല്ലേ. ആക്കി സംസാരിക്കുമ്പോൾ ഞാൻ ആ നിലവാരത്തിലേ ഞാൻ സംസാരിക്കത്തുള്ളൂ. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവദാസൻ, ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്കാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ പോസ്റ്റ് ശരിയാണെങ്കിൽ നിങ്ങൾ ആ നിലവാരത്തിൽ സംസാരിക്കുക. വീക്ഷണമുണ്ട് എല്ലാത്തിനും. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ വീക്ഷണമാണ്. ഞാൻ ചുമ്മാ ചോദിച്ച് സാത്താൻസിനോട് കാര്യം ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ് ഒരു തെളിവില്ലാതാണ് അയാൾ സംസാരിക്കുന്നത് പറഞ്ഞു. നിങ്ങൾ എന്ത് തെളിവ് കുറിച്ചാണ് സംസാരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞ വിശ്വാസം സംസാരിച്ചുകൊണ്ട് ആ വിശ്വാസം സംസാരിച്ചെങ്കിൽ വിശ്വാസം എത്ര സഹിതം നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ. സാത്താൻ സുനി അത് തന്നെ ചെയ്തേക്കുന്നത്. ഇന്ന് സാത്താൻ സുനിയുടെ പോസ്റ്റിട്ടുണ്ട്. ഒരു മെത്രാപ്പോലിത്ത കത്തോലിക്കിൽ വരുന്ന മരിച്ചു കഴിഞ്ഞപ്പോൾ, വണ്ടി ആക്സിഡന്റ് മരിച്ചപ്പോൾ, നിങ്ങളെ യൂട്യൂബ് എടുത്ത് നോക്കിയോ, വണ്ടി ആക്സിഡന്റ് മരിച്ചപ്പോൾ അവന്റെ വായിൽ ആ മെത്രാപ്പോലിത്തയുടെ വായിൽ സമനായിരുന്നു പറഞ്ഞു. മരിച്ചപ്പോൾ ആക്സിഡന്റിൽ, ജീപ്പ് ആക്സിഡന്റിൽ, വണ്ടി ആക്സിഡന്റ് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ മെത്രാപ്പോലിത്തയുടെ വായിൽ, അല്ലെങ്കിൽ ആ ഒരു വിശുദ്ധന്റെ വായിൽ, ഞാൻ എന്റെ വിശുദ്ധൻ പറയുന്നു, ഓക്കെ, അയാളുടെ വായിൽ സമനായിരുന്നാ പറഞ്ഞത്. അതും ഇവിടെ പൊതുജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ തെളിവൊന്നുമില്ല നിങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾ തന്നെയാണ്. ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ തെളിവുണ്ടെന്ന് പറഞ്ഞു. തെളിവ് സാധനം സംസാരിച്ചാൽ ഞാൻ പറയുള്ളൂ. അപ്പം നിങ്ങൾ അയാളെ സാത്താൻ സുനിന്ന് നിങ്ങൾ വിളിച്ചു എങ്കിൽ ഇപ്പം നിങ്ങൾ സംസാരിച്ചാൽ മറുപടി എന്താ? നിങ്ങൾ തെളിവ് സഹിതം സംസാരിക്കേ. വിശ്വാസി സംസാരിച്ചു, വിശ്വാസി പറഞ്ഞു എന്നും പറഞ്ഞ് നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? വോയിസ് നിങ്ങൾ ഇട്ടില്ല. ഓക്കെ, ഈ വോയിസ് ഇട്ടുമെങ്കിൽ അതിന് തെളിവ് സഹിതം നിങ്ങൾ സംസാരിക്കും. ഞാൻ ഫസ്റ്റിൽ സംസാരിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചു, ഓരോ കാര്യങ്ങൾ ചോദിച്ചു വന്നതിന്റെ മറുപടി ആയിട്ട് ഞാനിപ്പം എന്റെ വിഷയത്തിലോട്ട് വരുന്നതേ ഉള്ളൂ. വിഷയത്തിൽ വന്നിട്ടില്ല. നിങ്ങളുടെ സംസ്കാരവും നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ അവിടെ പടത്തെ തല്ലി സംസാരിച്ചത്. നിങ്ങളുടെ കാഴ്ചപ്പാടിലോട്ട് വരുന്നതേ ഉള്ളൂ, വന്നിട്ടില്ല. അപ്പോൾ ഇപ്പം ഏജിയുടെ കാര്യം പറഞ്ഞത് ഏജ് എല്ലാം വന്നവരെല്ലാം തൂറിയിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ തൂറി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിരിച്ചു, ഒരുമാതിരി ആക്കി ചിരിക്കൊന്നും വേണ്ട. നിങ്ങൾ ഒരു വ്യക്തമായ ഒരു തെളിവ് സഹിതം നിങ്ങൾ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ നിങ്ങൾ മറുപടി പറ. ഓക്കെ, നിങ്ങളുടെ സമയമാണ്, പറഞ്ഞു. സഹോദര, ഞാൻ താങ്കളോട് വളരെ വ്യക്തവും സ്പഷ്ടമായി പറഞ്ഞു. ഇനി ആവർത്തിച്ചാൽ ആവർത്തന വിരസത ഉണ്ടാവും. ഞാൻ എങ്ങനെയാണ് ആ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്ന ഘടകം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു ലേഖനമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികളുടെ അഭിപ്രായങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ വോയിസ് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഇപ്പൊ സംസാരിച്ച ഒരു കാര്യമുണ്ട്, അതാ എനിക്ക് തെളിവായിട്ടുണ്ട്. അവിടെ എല്ലാവരും തൂറിയില്ല, കുറച്ചു പേര് തൂറി എന്ന് പറഞ്ഞു. എന്നാൽ അതിനകത്തുള്ള വിശ്വാസികൾ പുറത്തു പറയാതെ പാസ്റ്റർമാര് പ്രസംഗ സമയത്തും പാസ്റ്റർമാര്
കൂടിയിരുന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്കുണ്ട്. അവരെയൊക്കെ മാനിച്ചാണ് അവർക്ക് ഇതിനൊന്നും പുറത്തു പറയാൻ പറ്റത്തില്ല എന്നും അത് പുറത്തു പറഞ്ഞാൽ അവരുടെ നിലനിൽപ്പിന് പ്രശ്നമാകുന്നത് കൊണ്ട് അവരുടെ ആരുടെയും ഒരു കാര്യവും പുറത്തു വിട്ടിട്ടില്ല. കാരണം അത് അവരെ ഓർത്തു മാത്രമാണ്. എന്നാൽ എനിക്ക് കഴിയുന്ന ആവോളം തെളിവുകളാണ്, ലേഖനം ഉൾപ്പെടെയാണ് ഞാൻ പുറത്തു വിട്ടിരിക്കുന്നത്. അതൊക്കെ വിശ്വാസികൾക്കുള്ള കൃത്യമായിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങളാണ്.